പോണ പോക്കണ്ടകള് എന്താലേ സെറ്റപ്പ്. ഈ ഭാഗത്ത് പ്ലംബിങ് വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ട്രെയിൻ പിടിച്ചിങ്ങോട്ട് പോകുന്ന കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടി നടന്ന് പോകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിസ്ക്കാണ്. പോലെ പണി കിട്ടിയാലല്ലോ കുറച്ച് നേരത്തേക്ക് സ്വിപ്പായതാണ് കേട്ടോ. ആളും മനുഷ്യനില്ല. ഹലോ സ്നേഹിതന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം ഞാനുള്ളത് കാസർഗോഡ് നമ്മുടെ കേരളത്തിലെ ഒരു അത്ഭുത വർക്കായ കാസർഗോഡ് ഒറ്റ തൂണിലെ ആറുവരിപ്പാതൻ്റെ ചോട്ടിലാട്ടോ. നമ്മുടെ കേരളത്തിലെ അടിപൊളി കമ്പനിയായ ഊരാളുങ്കൽ പണിത ഒരു അടാറ് ബ്രിഡ്ജ്, അടാറ് ഫ്ലൈ ഓവർ എങ്ങനെയുണ്ട്? അപ്പോൾ സ്നേഹിതന്മാരെ എല്ലാവരും ലൈക്ക് ചെയ്താളി, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ കൊണ്ട് ചെയ്താളി കേട്ടോ. നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം, അതുപോലെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം കേട്ടോ, വിവരങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം. അപ്പം നമ്മുടെ കേരളത്തിലൂടെയുള്ള ആറുവരിപ്പാതയിൽ NH66 ആറുവരിപ്പാതയിൽ ഒറ്റ തൂണിലുള്ള ആറുവരിപ്പാത ഇവിടെ മാത്രമല്ല കേട്ടോ. നമ്മുടെ അരൂർ തുറവൂർ ഭാഗത്തും ഇതുപോലെ ഒറ്റ തൂണിൽ ആറുവരിപ്പാത വരുന്നുണ്ട് കേട്ടോ. പക്ഷേ അതും ഇതും തമ്മിൽ ഒരുപാട് മാറ്റമുണ്ട് കേട്ടോ. അതാണ് കാസർഗോഡ് ഫ്ലൈ ഓവറിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ വർക്ക് നമ്മുടെ ഊരാളുങ്കൽ അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഗാഡർ ഉണ്ടെങ്കിൽ ബോക്സ് ഗാഡർ, ഇതാണ് ഇതിൻ്റെ പ്രത്യേകത കേട്ടോ. മറ്റേ ഒറ്റ തൂണിൽ ആറുവരിപ്പാതയിൽ സിംഗിൾ ഗാഡറുകൾ 8 ഗാഡറുകൾ വെച്ചിട്ടാണ് പണിയുന്നത്. പക്ഷേ ഇതൊരു അടാറ് റിസ്ക് വർക്കനാട്ടോ. ഈ വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ സെൻട്രിങ് അടിക്കാന്നൊക്കെ പറയില്ലേ, ഇതിൻ്റെ കാഴ്ചകളൊക്കെ ഞാൻ ആദ്യം കാണിച്ചിരുന്നു കേട്ടോ. എന്തായാലും ഈ ഭാഗത്ത് ഫുള്ള് ഫിനിഷ് ചെയ്തു. അടിഭാഗമൊക്കെ കണ്ടങ്ങൾ, സൈഡിൽ നമ്മുടെ ഡ്രെയിനേജിൻ്റെ മുകളിലായിട്ട് ഇൻ്റർലോക്ക് വിരിക്കുന്ന പണികളൊക്കെ എല്ലാ വർക്കും കഴിഞ്ഞിട്ടോ. സർവീസ് റോഡിൻ്റെ വർക്ക്, ഇതിൻ്റെ അടിയിലൊക്കെ സൗന്ദര്യം അടിപൊളിയായിട്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. പോണ പോക്കണ്ടങ്ങൾ എന്താലേ സെറ്റപ്പ്. ഈ ബോക്സ് ഗാർഡർ 2 ബെയറിങ്ങിൻ്റെ മുകളിൽ ഒരു പൊട്ട് പോലത്തെ സാധനത്തിൻ്റെ മുകളിലാണ് സ്നേഹിതന്മാരെ 2000 ടണ്ണ് വെയിറ്റ് വരുന്ന ഈ ബോക്സ് ഗാർഡർ നിൽക്കുന്നത്. 27 മീറ്റർ വീതി, 40 മീറ്റർ നീളം. ചിന്തിക്കാൻ പറ്റുമോ? 2000 ടണ്ണ് എന്നൊക്കെ പറഞ്ഞാലേ ചിന്തിക്കാൻ പറ്റൂല കേട്ടോ. അജാതി വർക്കാണ് ഇവിടെ ചെയ്തു വെച്ചത്. അപ്പോൾ ഇതിൻ്റെ അടിയിലുള്ള വർക്കൊക്കെ ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. ഇനിതാ ഇവിടെയൊക്കെ ഫുള്ള് ഇതിൻ്റെ അടിഭാഗമൊക്കെ വേർതിരിച്ച് വെച്ച് ഇവിടെയൊക്കെ പുല്ല് വെക്കാനാണ് സാധ്യത. പുല്ലല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ വരാനും സാധ്യത ഉണ്ട് കേട്ടോ. കുറച്ച് അപ്പുറത്തേക്കൊക്കെ നല്ല വീതിയിൽ നല്ല പാർക്കിങ്ങിനുള്ള സൗകര്യമൊക്കെ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഭാഗം എനിക്ക് തോന്നുന്ന ഒരു സൗന്ദര്യവൽക്കരണത്തിനായിട്ട് പുല്ലൊക്കെ വെച്ച് എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ഒരു ആക്ടിവിറ്റീസൊക്കെ വരാൻ സാധ്യത ഉണ്ട്. എന്തൊക്കെ വന്നാലും ഇതിൻ്റെ ചോട്ടിൽ നിൽക്കുമ്പോൾ ഒരു പേടിയാട്ടോ. അങ്ങനെയാണ് ഇതിൻ്റെ നിപ്പ്. ഇതിൻ്റെ അടിയിലൊക്കെ ലൈറ്റൊക്കെ കത്തിയോ, ലൈറ്റ് ഫിറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. 11, 17, 28 പിയറുകൾ വരുന്നുണ്ട് കേട്ടോ. 28 പിയറുകൾ, 40 മീറ്റർ നീളം ഓരോ ബോക്സ് ഗാർഡറും. അപ്പോൾ എത്ര മീറ്ററായി? 1200 മീറ്ററോളം നീളം വന്നു കേട്ടോ. ഇതിൻ്റെ എലിവേറ്റഡ് ബ്രിഡ്ജ് മാത്രം, അതുകൂടാതെ അപ്രോച്ച് റോഡ് അടക്കം 1.5 കിലോമീറ്ററിലേറെ നീളം വരുന്ന ഈ ബ്രിഡ്ജ് ഒരു മുതൽ വർക്കനാട്ടോ. NHന്റെ ഇതൊക്കെ അവർ ആ കോൺക്രീറ്റ് തന്നെ സെറ്റപ്പ് ആക്കിയതാട്ടോ. അതിൻ്റെ ആ ഡോട്ടിൻ്റെ മുകളിൽ അവരിങ്ങനെ പെയിൻ്റ് അടിക്കേണ്ട ആവശ്യം വന്നിട്ടുള്ളൂ. ആ ഒരു ചിത്രം നമ്മുടെ പിയർ വാർക്കുമ്പോൾ തന്നെ അത് കറക്റ്റ് അതിൽ അത് ആ ഭാഗത്തൊക്കെ കാണാം. അതിൻ്റെ മുകളിൽ അവരൊന്ന് പെയിൻ്റ് അടിച്ചത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് മാത്രം അവർ സർവീസ് റോഡിന് കണക്കായിട്ട് വീതിയിൽ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ നല്ല വീതിയിലുണ്ട് കേട്ടോ. ഏകദേശം 20 അടി വീതിയിൽ ഇൻ്റർലോക്കൊക്കെ വിരിച്ചിട്ടുണ്ട്. നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ഈ ഭാഗത്തൊക്കെ. ഈ ബ്രിഡ്ജുകളൊക്കെ വരുമ്പോൾ ഇതുപോലെ ഒറ്റത്തൂണിലായിരുന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ടോ. നല്ല ഒരുപാട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും ടൗണുകളിൽ പാർക്ക് ചെയ്യാനുള്ള പ്രശ്നമുള്ള ഏറിയ ടൗണിലുള്ളത്.
അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പാർക്കിങ്ങിനൊക്കെ നല്ല സൗകര്യമായിരിക്കും. 20 അടി കേട്ടോ, 20 അടി വീതി. അവിടെ അതുപോലെ 20 അടി വീതി. പിന്നെ നടുഭാഗത്തൊരു ഒരു 20 അടിയോളം അവർ പുല്ലൊക്കെ വെക്കാനായിട്ട് സൗന്ദര്യത്തിൻ്റെ ഭാഗമായിട്ട് അവരത് ചെയ്തു വെക്കുന്നുണ്ട്. സർവീസ് റോഡും നല്ല വീതിയിലുണ്ട് കേട്ടോ. അവിടെയൊക്കെ നല്ല വീതി ആണെന്നുണ്ടെങ്കിൽ സാധാ സർവീസ് റോഡിൻ്റെ വീതി തന്നെ ആയിരിക്കും 44 മീറ്റർ. പക്ഷേ ഇങ്ങനെ ഒറ്റ തൂണിലുള്ളതായതുകൊണ്ട് നല്ല വീതി തോന്നുന്നുണ്ട്, നല്ല സൗകര്യം തോന്നുന്നുണ്ട് കേട്ടോ. അതാണ് എന്തായാലും വേറെ ലെവല് വർക്കനാണ്. ഈ ഭാഗത്തേക്കൊന്നും പെയിൻ്റ് അടിച്ചിട്ടില്ല. പ്ലംബിംഗ് വർക്ക് എല്ലാം കഴിഞ്ഞു. പെയിൻറ്റിങ് ഫസ്റ്റ് പ്രൈമർ കോട്ട് അടിക്കുന്നുണ്ട്. ഇനി ബോക്സ് ഗാർഡറിൻ്റെ മുകളിൽ വേറെ എന്താ കളർ വരുന്നുണ്ടോ? കണ്ടാ പിയറിൻ്റെ മുകളിൽ കണ്ടാ ആ ഡിസൈന്, NHAൻ്റെ ഡിസൈന് എംബ്ലം അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് തന്നെ സെറ്റായി വരുന്ന സാധനം. പിന്നെ അതിൻ്റെ മുകളിലൊന്ന് പെയിൻ്റ് അടിക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. ഈ കണ്ട വാഹനങ്ങളൊക്കെ ഇതിൻ്റെ ചുവട്ടിൽ ഉഷാറായിട്ട് പാർക്ക് ചെയ്ത് നിൽക്കുന്നുണ്ട്. 2 കാറുകൾക്ക് ഉഷാറായിട്ട് പാർക്ക് ചെയ്യാം. ഊരാളുങ്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഫിനിഷ് ചെയ്യാൻ കുറച്ച് സമയം എടുത്തിട്ടുണ്ടെങ്കിൽ കൂടി, കുറച്ച് സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഒരുപാട് ആളുകൾ ജോലിക്കാർ അഹോരാത്രം മെനക്കെട്ടിട്ടാണ് കേട്ടോ ഇതിൻ്റെ വർക്ക് ഫിനിഷ് ചെയ്തത്. അതിനാത്രം വർഷങ്ങളൊന്നും എടുത്തിട്ടില്ല. പക്ഷെ ഓരോ ബോക്സ് ഗാർഡറിൻ്റെ കോൺക്രീറ്റിനും ഒരു 4-5 ബോക്സ് ഗാർഡറിൻ്റെ വർക്കൊക്കെ ഒരുമിച്ച് നടക്കുന്ന കാഴ്ച കേട്ടോ നമ്മൾ ഇതിനു മുമ്പ് വരുമ്പോൾ കണ്ടതേ. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ഇത്ര പെട്ടെന്ന് തീർക്കാൻ കഴിഞ്ഞത്. എന്തായാലും നമ്മുടെ ഊരാളുങ്കൽ സെറ്റപ്പ് കമ്പനി തന്നെയാണ് കേട്ടോ. നല്ല തണലത്ത് കൂടി എങ്ങനെ യാത്ര ചെയ്യാം. വീഡിയോ എടുക്കാനൊക്കെ നല്ല സുഖമുണ്ട്. വാഹനങ്ങളെ പേടിക്കേണ്ട, റോഡിൻ്റെ കൂടെ എങ്ങനെ പോകട്ടാ. ഈ ഭാഗത്ത് പ്ലംബിംഗ് വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. 4 ഇഞ്ച് പൈപ്പിൽ നിന്ന് 6 ഇഞ്ച് പൈപ്പിലേക്ക് കണക്ട് ചെയ്തിട്ട് ബോക്സ് ഗാർഡറിൻ്റെ ഗ്യാപ്പ്, 2 ബോക്സ് ഗാർഡറിൻ്റെയും ഗ്യാപ്പ് കൂടി പൈപ്പ് ഇതാ പിയറിൻ്റെ സൈഡ് കൂടി ഇറക്കാം. അപ്പം 60 പാതിൻ്റെ വെള്ളം ജനങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കില്ല കേട്ടോ. ഇതാണ് പരിപാടി കേട്ടോ. ക്രെയിനിൻ്റെ മുകളിൽ കയറ്റുക, പണിയെടുക്കുക, ഇങ്ങോട്ട് ഇറങ്ങുക. അവിടെ അതാ ഡ്രില്ല് ചെയ്യുന്ന വർക്കുകൾ ആ ക്രെയിനിൻ്റെ മുകളിൽ നടക്കുന്നുണ്ട്. പറയുമ്പോൾ ആവശ്യത്തിന് അങ്ങനെ നീക്കി പോകാം. ഹൈറ്റൊക്കെ ഇട്ട് ലെവലാക്കി എടുക്കുക എന്നുണ്ടെങ്കിൽ കൂടുതൽ ടൈം എടുക്കുന്ന പണിയാണ്. പക്ഷേ ക്രെയിൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചിലവ് കൂടാൻ സാധ്യതയുണ്ട്. എന്നാലും വേഗം വർക്ക് ചെയ്യും. അതിന് ഇവിടെയും ഒരു പ്രധാന ജംഗ്ഷൻ. ഈ ജംഗ്ഷൻ്റെ പേരെന്താ? ഈ ജംഗ്ഷൻ അതുപോലെ ഞാൻ ഫസ്റ്റ് കാണിച്ച ജംഗ്ഷനും 2 പ്രധാന ജംഗ്ഷനുകളെ കവർ ചെയ്തുകൊണ്ടാട്ടോ നമ്മുടെ ഈ ബ്രിഡ്ജ് പോകുന്നത്. ഈ ജംഗ്ഷൻ നല്ല തിരക്കുള്ള ജംഗ്ഷനാണ്. കാസർഗോഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണ് ഇത് അല്ലേ. കാസർഗോഡ് മുനിസിപ്പാലിറ്റി ന്യൂ ബസ് സ്റ്റാൻഡ്. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലത്തെ കാഴ്ച ഒന്ന് കാണാൻ നല്ല ആഗ്രഹമുണ്ട്. ഏകദേശം 12:30 മണി സമയം. അതുപോലെ 2 വീലർ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ് കിടക്കുന്നത്. ട്രെയിൻ പിടിച്ചിങ്ങോട്ട് പോകുന്ന കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടി നടന്ന് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിസ്ക്കാണ്, ഒരുപാട് ടൈം പിടിക്കും. നമുക്ക് ഒരു ഓട്ടോ വിളിക്കാം. ഓട്ടോ വിളിച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടി എന്തായാലും യാത്ര ചെയ്തിട്ടേ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ. അതിൻ്റെ മുകളിൽ കൂടി ഒന്ന് യാത്ര, വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട്. അതിൻ്റെ മുകളിലുള്ള കാഴ്ച കാണണമെങ്കിൽ ചിലപ്പം ഇതിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങാനുള്ള മെർജിങ് പോയിൻ്റ് പോയി നോക്കട്ടെ. തൊട്ടടുത്താണെന്നുണ്ടെങ്കിൽ ഓട്ടോറിക്ഷയ്ക്ക് പൈസ കൊടുക്കണ്ടല്ലോ, പൈസ ലാഭിക്കാം. ഇത് നോക്കി നിങ്ങൾ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? വാഹനങ്ങൾ നിൽപ്പ് കണ്ടോ ബ്രിഡ്ജിൻ്റെ ചോട്ടിൽ? എന്തോ ഒരു സൗകര്യമാണല്ലേ, അടിപൊളി. ഇവിടെ കടക്കാർക്കൊക്കെ നല്ല സന്തോഷമായിട്ടുണ്ട് കേട്ടോ ഈ വർക്ക്. ഇവിടെ അത്രയും വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് ഇവിടെ ലഭിച്ചത്. ഏതൊരാൾക്കും വന്നിട്ട് പെട്ടെന്ന് വാഹനങ്ങൾ ഇവിടെ നിർത്തിയിട്ടിട്ട്
കാസർഗോഡ് എവിടെ വേണമെങ്കിലും പോയിട്ട് ഷോപ്പ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പാണ് ഇതിൻ്റെ ചുവട്ടിൽ. അതിൻ്റെ മുകളിലൊക്കെ എത്ര വാഹനങ്ങളാ അറിയോ. ഇവിടെ നേരെ തിരിച്ചാട്ടോ. ആ ഭാഗമാണ് സർവീസ് റോഡ് പൊങ്ങിയിട്ട് ഈ ഭാഗത്താണ് കേട്ടോ. എന്തായാലും അതിൻ്റെ പുല്ലൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സെറ്റപ്പായി. ഇവിടെ ഇത് അവസാനിച്ചു കേട്ടോ. നമ്മുടെ എലിവേറ്റഡ് ബ്രിഡ്ജായിട്ടുള്ള 28ാമത്തെ തൂണുക അവിടെ അവസാനിപ്പിച്ചു പിയർ. അവിടെ നിന്ന് അങ്ങോട്ട് അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മൾ ഇതിൻ്റെ മുകളിലെത്തി കേട്ടോ. ഇതിൻ്റെ മുകളിലെത്തിയപ്പോൾ ചെറിയൊരു കാഴ്ച ഉണ്ട് കേട്ടോ. ആ കാഴ്ച വേറെ എടുക്കാൻ കേട്ടോ. വേസ്റ്റ് കവറിൽ അവരിങ്ങോട്ട് എറിഞ്ഞു, അവർ രക്ഷപ്പെട്ടു, മറ്റുള്ളവർ സ്വിപ്പാകാം. ഇതാണ് ഈ വേസ്റ്റ് എറിയുന്നവരുടെ മനസ്സിലിരിപ്പ്. ആദ്യമായിട്ടാണ് ഈ ബ്രിഡ്ജിൻ്റെ മുകളിൽ കയറാനുള്ള അവസരം കിട്ടുന്നത്. ഇവർ വർക്ക് എടുക്കുന്ന സമയത്ത് പകുതിയോളം വർക്ക് കഴിഞ്ഞ സമയത്തും ഇവരുടെ വർക്കിംഗ് സൈറ്റിലേക്ക് വരെ അങ്ങനെ കയറ്റില്ല. ഒരാളും കല്ലിൽ അങ്ങനെ പ്രത്യേകത ഉണ്ട്. ചില സമയങ്ങളിൽ എഞ്ചിനീയർമാരൊക്കെ മലയാളി എഞ്ചിനീയർമാരാണ്, പക്ഷെ എന്നാലും അവർ സമ്മതം തരില്ല. എന്തായാലും ഇപ്പം ഞാനില്ല നടക്കണ അറിയാം. ആ ബോക്സ് ഗാർഡറിൻ്റെ ഈ തമ്പത്ത് കൂടി 2000 ടൺ എന്ന് പറയുമ്പം നമുക്കൊരു കാരണവശാലും പേടിക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. 1000 ടൺ ഈ ഭാഗത്തേക്കാണ്, 1000 ടൺ ആ ഭാഗത്തേക്കുണ്ട്. ഒരു ബോക്സ് ഗാർഡറിൻ്റെ മുകളിൽ കൂടി 1000 ടൺ വെയിറ്റുള്ള ഒരു സാധനം പോകാൻ സാധ്യത വളരെ കുറവാണ്. ഞങ്ങൾ അഥവാ എത്രയും വെയിറ്റുള്ള സാധനങ്ങൾ വരികയാണെങ്കിൽ തന്നെ ആ സൈഡിൽ കൂടി ഫസ്റ്റ് 3rd ട്രാക്ക് പിടിച്ചിട്ടായിരിക്കും വരുന്നത് കേട്ടോ. അപ്പം അങ്ങനെ വെയിറ്റ് വരുന്നുണ്ടെങ്കിൽ, അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഒരു വിഷയമില്ല. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് അടിയിലേക്കുള്ള കാഴ്ച കാസർഗോഡ് ടൗണ് ഇതാണ്. കാസർഗോഡ് ടൗണിൻ്റെ ഇതിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു വ്യൂ കേട്ടോ. വലിയ ഹൈറ്റുള്ള വലിയ ബിൽഡിങ്ങുകളൊന്നും കാസർഗോഡ് ടൗണിലില്ല എന്ന് തോന്നുന്നു അല്ലേ. ഇനി ടൗണിൻ്റെ വേറെ പ്രധാനപ്പെട്ട ഭാഗം വേറെ ഉള്ള ദിക്കിലാണ് അല്ലേ. അവിടെ ഒരു ബിൽഡിങ്ങാണ്, ഒരു 10 നിലുള്ള ബിൽഡിങ്. അപ്പോൾ ബിൽഡിങ് സമുച്ചയങ്ങൾ കാണുമ്പോൾ ആ ടൗണിലൊരു ഇടുപ്പ് ഇങ്ങനെ കാണിക്കുക അല്ലേ. ഈ വെയിലത്ത് കയറി വീഡിയോ എടുത്തു. അതായത് വീഡിയോ എടുക്കാന്ന് പറഞ്ഞാൽ എനിക്കുള്ള വലിയൊരു ആഗ്രഹമായിരുന്നു ഇതിൻ്റെ മുകളിൽ കയറണം എന്നുള്ളത്. കാസർഗോഡ് ഈ 6 വരിപ്പാതൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് ഇനി അരൂർ തുറവൂരൊന്ന് പോകണം. ഒരു ദിവസം ഇതുപോലെ ഗ്യാപ്പ് കിട്ടുമ്പം ആ ഭാഗത്ത് പോയിട്ട് അതിൻ്റെ കാഴ്ച കൂടി ഒന്ന് കാണണം. അത് നിങ്ങൾക്കൊന്ന് എത്തിച്ച് തരണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബൊക്കെ കൊണ്ട് ചെയ്താളിട്ടാ. അപ്പോൾ നമുക്ക് കൂടുതൽ എനർജി ലഭിക്കും യാത്ര ചെയ്യാനുള്ള. ഈ സമയത്ത് ഇതിൻ്റെ മുകളിൽ കൂടി വാഹനങ്ങൾ അങ്ങനെ പോകുന്നില്ല കേട്ടോ, വളരെ കുറവാണ്. എന്താണ് എന്നുള്ളത് എനിക്കൊന്നും മനസ്സിലാവില്ല. എന്താ വെച്ചാൽ ഇതൊക്കെ ഓപ്പണായി കൊടുത്തിട്ട് കാസർഗോഡ് ടൗൺ ഏരിയയിൽ ഇത്ര തിരക്കുള്ളൂ. ഇവിടെ കോഴിക്കോട് ടൗണിലെ തിരക്ക് ഞാൻ സ്ഥിരമായിട്ട് കാണുന്നതുകൊണ്ട് ഒരു തിരക്ക് ഇവിടെ അങ്ങനെ അത്ര ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. നമ്മുടെ 6 വരിപ്പാതയിൽ ഇങ്ങനെ നീണ്ടു തീർന്ന് ഇങ്ങനെ കാണുമ്പോൾ നല്ലവരാണ്, ഉഷാറായിട്ട് എങ്ങനെ പോവാം വാനത്തിൽ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവാം. പക്ഷേ ഇതുപോലെ പണി കിട്ടിയാലല്ലോ കുറച്ച് നേരത്തേക്ക് സ്വിപ്പായതാണ് കേട്ടോ. ആളും മനുഷ്യനില്ലാതെ ഒരാളെ കൈ കാട്ടിയാൽ പോലും നിർത്തൂല. പിന്നെ NH നമ്മുടെ ടോൾ ബൂത്തിലെ നമ്പറിലേക്ക് ഫോൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ സഹായത്തിനായിട്ട് എത്തുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒരുപാട് വരാൻ സാധ്യതയുണ്ട്. നല്ല കണ്ടീഷൻ വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പോകാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ചെറുപുറോ നല്ലൊരു പോവാം. എന്തായാലും നമ്മൾ ഈ 6 വരിപ്പാത നമ്മുടെ കാസർഗോഡ് ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടി നടക്കുമ്പോൾ നമ്മുടെ താഴത്തെ ഒരു ഇമാജിൻ ചെയ്തിങ്ങനെ നടക്കുന്നുണ്ടല്ലോ, വല്ലാത്തൊരു ഫീൽ തന്നെ കേട്ടോ. അപ്പോൾ സ്നേഹിതന്മാരെ, ഇതൊക്കെയാണ് നമ്മുടെ കാസർഗോഡ് ടൗണിലെ ഒറ്റത്തൂണിലെ 6 വരിപ്പാത. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് വിചാരിക്കുന്നു. ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് വിചാരിക്കുന്നു. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ ബൈ.